ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 33. സദൃശം ചേഷ്ടതേ സ്വസ്യാ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. വിവർത്തനം. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്തു പ്രയോജനം? ഭാവാർത്ഥം. കൃഷ്ണാവബോധത്തിൻ്റെ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്കൊഴികെ ആർക്കും പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല എന്ന് ശ്രീ ഭഗവാൻ 7-ാം അധ്യായത്തിൽ 7:14 പറയുന്നുണ്ട്. അതുകൊണ്ട് ഭൗതിക തലത്തിൽ ഏറ്റവും അറിവുള്ള ആൾക്കും സൈദ്ധാന്തിക ജ്ഞാനം കൊണ്ടോ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടോ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ സാധ്യമല്ല. വിജ്ഞാനപരമായി വളരെ പുരോഗമിച്ചവരെന്ന് ഭാവിക്കുന്ന അനേകം ആധ്യാത്മിക ചിന്തകരുണ്ട്. എന്നാൽ ആന്തരികമായി അവർ തങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ഗുണവിശേഷങ്ങൾക്ക് പൂർണ്ണമായും അടിമകളാണ്. മഹാപണ്ഡിതനായാലും ശരി, ഭൗതിക പ്രകൃതിയുമായുള്ള നിരന്തര സമ്പർക്കത്താൽ അയാൾ ബന്ധനത്തിൽ തന്നെയാണ്. മറിച്ച് ഭൗതിക നിലനിൽപ്പിനായി തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരാൾക്ക് കൃഷ്ണാവബോധമുണ്ടെങ്കിൽ അത് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. അതുകൊണ്ട് പൂർണ്ണമായും കൃഷ്ണാവബോധവാനാകാതെ ആരും തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. പൊടുന്നനവേ ഒരാൾ തൻ്റെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരു യോഗിയോ അതീന്ദ്രിയവാദിയോ ആയി അഭിനയിക്കരുത്. സ്വന്തം സ്ഥിതിയിൽ നിന്നുകൊണ്ട് ഉത്തമമായ പരിശീലനം വഴി കൃഷ്ണാവബോധം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ കൃഷ്ണന്റെ മായാവലയത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.